ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ അരി വെച്ചിട്ടല്ല ഈ ഒരു ബിരിയാണി ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ബിരിയാണി റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ സാധാ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. അത് നമുക്ക് ഇതേപോലെ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതലായിട്ട് നമ്മൾ മൊരിയിച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു ഹാഫ് വേവാകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബിരിയാണീൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്കൊരു മീഡിയം സൈസിലുള്ള 3 സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴത്തെ സവാളൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 3 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ അതിലൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് തന്നെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഡാൽഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കനും മസാലയൊക്കെ നല്ലപോലെ തന്നെ ഇവിടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു ചിക്കൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ അരിക്ക് പകരം നമ്മളിവിടെ റവയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. ആ ഒരു മസാലയിൽ നമുക്ക് ആ ഒരു റവ നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ റവ ഒക്കെ നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1 കപ്പ് റവക്ക് 1.5 കപ്പ് എന്ന അളവിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.